5 വകുപ്പുകളിൽ പിടിമുറുക്കി വി.ഡി. സതീശൻ. 3 ദിവസം നീണ്ട അനിശ്ചിതാവസ്ഥയ്ക്ക് ഒടുവിൽ മന്ത്രിമാരുടെ വകുപ്പുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് ഗവർണർക്ക് കൈമാറിയ വകുപ്പുകൾ ഗവർണർ അംഗീകരിച്ചതോടുകൂടി ആർക്കൊക്കെ ഏതെല്ലാം വകുപ്പുകളാണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തത വന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ വകുപ്പുകൾ കൈയാളുന്ന ആൾ എന്ന നിലയിൽ വി.ഡി. സതീശൻ പ്രാധാന്യം അർഹിക്കുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. ധനകാര്യ വകുപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. പൊതുഭരണം അദ്ദേഹത്തിനാണ്. നിയമവകുപ്പ് അദ്ദേഹത്തിനാണ്. തുറമുഖ വകുപ്പ് വി.ഡി. സതീശനാണ്. ലോട്ടറി, അങ്ങനെ 5 നിർണായകമായ വകുപ്പുകളാണ് വി.ഡി. സതീശൻ കൈയടക്കിയിരിക്കുന്നത്. എല്ലാ ഗവൺമെൻറ്റിൻ്റെ കാലത്തും ധനവകുപ്പ് പ്രത്യേകമായ ഒരു വകുപ്പ് തന്നെയാണ്. ഉദാഹരണമായി 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ധനവകുപ്പ് കൈയാളിയത് ഡോക്ടർ തോമസ് ഐസക് ആയിരുന്നു. 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ധനവകുപ്പ് കൈയാളിയത് കെ.എൻ. ബാലഗോപാലായിരുന്നു. എന്നാൽ ഇത്തവണ ധനവകുപ്പിന് അങ്ങനെ പ്രത്യേക ഒരു വകുപ്പ് ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് സതീശൻ്റെ ബുദ്ധി. കാരണം ധനവകുപ്പ് പറയുന്നതിന് അനുസരിച്ചാണ് ഓരോ വകുപ്പുകളിലും എന്തെല്ലാം പദ്ധതികൾ നടപ്പിലാക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത്. കാരണം ധനവകുപ്പ് ഫണ്ട് അനുവദിച്ചെങ്കിലേ പദ്ധതികൾ നടപ്പിലാവുകയുള്ളൂ. അതുകൊണ്ട് ധനവകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് സതീശന് മന്ത്രിമാരെയും MLA-മാരെയും സമ്പൂർണമായി നിയന്ത്രിക്കാൻ കഴിയും. കാരണം അദ്ദേഹത്തിന് ഒരു പദ്ധതി ഒരു മന്ത്രി സമർപ്പിക്കുന്നു. ആ പദ്ധതി അദ്ദേഹത്തിന് ഇഷ്ടമില്ല എങ്കിൽ, അല്ലെങ്കിൽ പദ്ധതി സമർപ്പിക്കുന്നയാൾ എതിർ ഗ്രൂപ്പുകാരനാണെങ്കിൽ അവിടെ ഫണ്ട് തടഞ്ഞു വെക്കാനുള്ള അധികാരം വി.ഡി. സതീശനുണ്ട്. അങ്ങനെ ധനവകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് മന്ത്രിസഭയെ ആകെ തൻ്റെ പരിധിയിൽ നിർത്താൻ വി.ഡി. സതീശന് കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നീട് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത് തുറമുഖ വകുപ്പാണ്. നമുക്കറിയാം, അദ്ദേഹം മൂകാംബിക യാത്രയുമായി ബന്ധപ്പെട്ട് ഗൗതം അദാനിയുടെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനുമായി കൂടിക്കാഴ്ച മംഗലാപുരത്ത് നടത്തിയ കാര്യമൊക്കെ അറിയാം. അതും തുറമുഖവും വകുപ്പുമായി കൂട്ടി വായിക്കുമ്പോൾ എന്തെല്ലാമോ മിസ്റ്റേക്കുകൾ അവിടെ ഇല്ലേ എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. ഇനി അടുത്തത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലത്തിന് ആഭ്യന്തരം, വിജിലൻസ്, ഇതിനുപരി കയറിൻ്റെ വകുപ്പ് കൂടി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. പിന്നീട് A.P. അനിൽകുമാറാണ് റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുക. P.K. കുഞ്ഞാലിക്കുട്ടിക്ക് വ്യവസായവും IT സ്റ്റാർട്ടപ്പുമാണ്. സണ്ണി ജോസഫിന് വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യ ചുമതലയാണ്. K. മുരളീധരനാണ് ആരോഗ്യവകുപ്പും ദേവസ്വം വകുപ്പും ഉള്ളത്. മോൻസ് ജോസഫിന് ജലവിഭവവും രജിസ്ട്രേഷൻ, ഉൾനാടൻ ജലഗതാഗതം എന്നീ വകുപ്പുകളാണ് നൽകിയിട്ടുള്ളത്. ഷിബു ബേബി ജോൺ വനം, നൈപുണ്യ വികസനം, കശുവണ്ടി എന്നീ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത്. അനൂപ് ജേക്കബ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ്, ലീഗൽ മെട്രോളജി വകുപ്പ് കൈകാര്യം ചെയ്യും. CP ജോണിനാണ് ഗതാഗത വകുപ്പ് നൽകിയിരിക്കുന്നത്. N. ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസം, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. PC വിഷ്ണുനാഥിനാണ് ടൂറിസം വകുപ്പും സിനിമ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ. റോജി M. ജോണിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് നൽകിയിരിക്കുന്നത്. ബിന്ദു കൃഷ്ണയ്ക്ക് വനിതാ ശിശുക്ഷേമവും സാമൂഹ്യ നീതി വകുപ്പുമാണ് നൽകിയിട്ടുള്ളത്. M. ലിജുവിന് എക്സൈസ് ധനകാര്യ വകുപ്പ്. K.M. ഷാജിക്ക് തദ്ദേശം, നഗരാസൂത്രണം, ഗ്രാമവികസന വകുപ്പുകൾ നൽകിയിട്ടുണ്ട്. P.K. ബഷീറാണ് പൊതുമരാമത്ത് മന്ത്രി. E.V. അബ്ദുൽ ഗഫൂറിന് ഫിഷറീസും സാമൂഹ്യ നീതി വകുപ്പുമാണ് നൽകിയിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ 3 ദിവസമായി ലത്തീൻ സഭ അവകാശവാദം ഉന്നയിച്ച ഒരു വകുപ്പാണ് ഫിഷറീസ് വകുപ്പ്. എന്നാൽ ലത്തീൻ സഭയുടെ സമ്മർദ്ദ തന്ത്രങ്ങൾ തള്ളിക്കൊണ്ടാണ് മുസ്ലിം ലീഗിലെ E.V. അബ്ദുൽ ഗഫൂറിന് ഫിഷറീസും സാമൂഹ്യ നീതി വകുപ്പും നൽകിയിരിക്കുന്നത്. T. സിദ്ദിഖ് കൃഷി, മൃഗസംരക്ഷണ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. K. തുളസിക്കാണ് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പിന്റെ ചുമതല. O.J. ജനീഷ് കായികം, യുവജന ക്ഷേമം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. ചുരുക്കത്തിൽ ഏറ്റവും കൂടുതൽ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്, ധനകാര്യ വകുപ്പ്. ആ വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് MLA-മാരെ മുതൽ മന്ത്രിമാരെ വരെ തൻ്റെ ചൊൽപ്പടിയിൽ നിർത്താൻ കഴിയും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.